അതിന്റെ ജാമ്യാപേക്ഷയുടെ പ്രധാന ഭാഗങ്ങൾ നിങ്ങൾ മാധ്യമത്തിലൂടെ അറിയുന്നത് മാത്രമേ ഉള്ളൂ. പ്രാഥമികമായ കോടതി നിരീക്ഷണം ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ നിരീക്ഷണം കുട്ടികളെ ഇപ്പൊ ജുവനൈൽ ഹോമിലാണ് അവർ, കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജുവനൈൽ കസ്റ്റഡിയിലാണ് അവരുള്ളത്. അവിടെ നിന്ന് ജാമ്യം കൊടുത്താൽ മറ്റു കുട്ടികൾക്ക് ഭീഷണിയാകുമെന്ന നിരീക്ഷണം കൂടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 56 ദിവസമായിട്ട് കുട്ടികൾ ജുവനൈൽ കസ്റ്റഡിയിലാണ്. തീർച്ചയായിട്ടും അതിന്റെ വിചാരണ ഒരു പക്ഷേ നേരത്തെ തുടങ്ങാനായിരിക്കും കോടതിയുടെ താല്പര്യം. വിചാരണ അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാം. വിചാരണ തുടങ്ങി അതിന്റെ ട്രയലിലേക്ക് പോകാൻ, വിചാരണ നടപടിയിലേക്ക് പോകാൻ വേണ്ടിയായിരിക്കാം. എന്തായാലും ഇത്തരത്തിൽ ജാമ്യം കൊടുക്കാതിരിക്കാൻ കോടതി കണ്ടെത്തിയ ന്യായങ്ങൾ ഒന്ന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്ന്, ഒരു തെറ്റായ സന്ദേശം നൽകും. മാത്രമല്ല മറ്റു കുട്ടികളുടെ സുരക്ഷ, ഈ കേസിലെ സാക്ഷികളായിട്ടുള്ള കുട്ടികളുണ്ടാവും, മറ്റുള്ളവരുണ്ട്, അവരെ സ്വാധീനിക്കാനോ അല്ലെ അവരെ ഭയപ്പെടുത്താനോ ശ്രമിക്കും എന്നുള്ളത്. 5 കുട്ടികൾക്കാണ് ബെയിൽ തള്ളിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തത് കോടതി പറഞ്ഞിരിക്കുന്നത് ജാമ്യം എപ്പോഴും ഒരാളുടെ അവകാശമാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ കോടതി എപ്പോഴും അവകാശമല്ലെന്ന് ചില സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് കോടതി നിരീക്ഷിച്ചത്. ഈ 3 കാരണം കൊണ്ടാണ് ജാമ്യം കൊടുക്കാതിരുന്നത്. പക്ഷെ ജാമ്യം കൊടുക്കാതിരുന്നത് കൊണ്ട് ആ കുട്ടികൾ എന്നേക്കുമായി ജയിലിലാണ് അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ വരുന്നില്ല എന്നർത്ഥമില്ല. ഈ ഘട്ടത്തിൽ 56 ദിവസം ഘട്ടത്തിൽ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. മുമ്പോട്ട് പോകുന്ന സമയത്തിൽ ജാമ്യാപേക്ഷ വീണ്ടും അവർക്ക് ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ട്. കോടതി അത് എന്റർടൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ അതിന്റെ വിചാരണ നടപടി തുടങ്ങി അതിനകത്ത് ആ വിചാരണ പൂർത്തിയാക്കി അതിന്റെ ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ അക്വിറ്റൽ ഓർ കൺവിക്ഷൻ, വെറുതെ വിടുകയാണോ ശിക്ഷിക്കുകയാണോ എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി കോടതി അവരെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതായിരിക്കാം. എനിവേ എന്തായാലും ഈ സമയത്ത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് സമൂഹ മനസാക്ഷിയെ സംബന്ധിച്ച് തൃപ്തിപ്പെടുത്തുന്നത് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ, ഒരു വിദ്യാർത്ഥിയെ, വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് സത്യത്തിൽ അത് വളരെ അപലപിക്കേണ്ട അല്ലെങ്കിൽ വളരെ ദുഃഖമുള്ള ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ ഇപ്പുറം നിൽക്കുന്നത് കുട്ടികളാണ്. കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഭരണഘടനാപരമായിട്ടുണ്ട്, ഭരണഘടനാപരമായ നിയമങ്ങൾ അടിസ്ഥാനത്തിലുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടി കുറ്റം ചെയ്താൽ അവനെ കുറ്റവാളി, അക്യൂസ്ഡ് എന്ന പദം കൊണ്ട് പോലും അല്ല അവരെ നമ്മൾ വിളിക്കുന്നത്. അവരെ അങ്ങനെ വിളിക്കാനും പാടില്ല, പ്രതികൾ എന്ന് വിളിക്കാനും പാടില്ല. അവരെ വിളിക്കുന്നത് കോൺഫ്ലിക്ട് വിത്ത് ലോ, അല്ലെങ്കിൽ ആ രീതിയിലാണ് അവരെ നിയമവുമായി സംഘർഷത്തിലുള്ള കുട്ടി എന്ന നിലയിലാണ് കോടതികളിൽ പോലും അവരെ TCL എന്നാണ് അവരെ അഭിസംബോധന. നമ്മൾ സാധാരണ ക്രിമിനൽ കേസിൽ കോടതികളിൽ അക്യൂസ്ഡ് പ്രസന്റ് അല്ലെങ്കിൽ അക്യൂസ്ഡ് ആബ്സെന്റ്, അക്യൂസ്ഡ് എന്ന പദം ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ ആ രീതിയിൽ പോലും നിർവചിക്കാൻ കഴിയില്ലെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഭരണഘടനാപരമായ നിയമമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ രണ്ട് ഭാഗത്ത് കുട്ടികളാണ്. സമൂഹ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജാമ്യാപേക്ഷ വിധി തന്നെയാണിത്. പക്ഷെ എന്ന് കരുതി അവരുടെ ജാമ്യത്തിന്റെ അവകാശം എന്നേക്കുമായി നിഷേധിക്കപ്പെടുന്നില്ല എന്ന വസ്തുത കൂടി ഇവിടെയുണ്ട്. അതായത് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഹൈക്കോടതിയാണ് ഈ കുട്ടികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇനി എന്താകും ഈ കുട്ടികൾക്ക് ചെയ്യാനാവുക? അതായത് ഇനി ഏത് കോടതിയാണ് ഇവർക്ക് ഈ അപ്പീലുമായി ബന്ധപ്പെട്ട് സമീപിക്കാനാവുക? ഇതിനകത്ത് അപ്പീലല്ല, ജാമ്യാപേക്ഷയ്ക്ക് മുകളിൽ അപ്പീലല്ല. അവർക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം, പുതിയൊരു ബെയിൽ ആപ്ലിക്കേഷനുമായി അടുത്ത ഹൈക്കോടതി തള്ളി. നമുക്ക് അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പോകുന്നത്. മജിസ്ട്രേറ്റ് കോടതിയാണ് ഏറ്റവും കീഴ്ക്കോടതി. അവിടെ ജാമ്യം തള്ളിയാൽ നമുക്ക് ജില്ലാ കോടതിയെ സമീപിക്കാം, സെഷൻസ് കോടതിയെ സമീപിക്കാം. സെഷൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകാം, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകാം. പക്ഷേ സുപ്രീം കോടതി ഇത്തരം മാറ്റങ്ങൾ, അവിടെ ഒരുപാട് കേസസ് പെൻഡിംഗ് ഉള്ള സ്ഥലത്ത് ഇതിനൊന്നും സ്പെഷ്യൽ ലീവ് അനുവദിക്കുന്ന നിർബന്ധമൊന്നുമില്ല. അവരെ ഇനി ചെയ്യാൻ മിക്കവാറും സാധ്യത കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഹൈക്കോടതിയിൽ തന്നെ മറ്റൊരു ബെയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിമാൻഡ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം മാറും. ആ സാഹചര്യം മാറിയാൽ നമുക്ക് അതേ കോടതിയിൽ വീണ്ടും ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. താഴേക്ക് വരാൻ കഴിയത്തില്ല, പക്ഷെ നമുക്ക് തള്ളിയ കോടതിയിലോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കോടതിയിലോ വീണ്ടും ബെയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പം 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ അവര് ഒരു 10-14 ദിവസം കഴിയുമ്പോൾ ഒരു റിമാൻഡ് പീരീഡ് കഴിയുമ്പോൾ സർക്കംസ്റ്റൻസസ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു നിയമത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. സാഹചര്യങ്ങളുടെ ഒരു ചേഞ്ച് വരുമ്പോൾ അവർക്ക് സെയിം കോടതിയിൽ അടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ സുപ്രീം കോടതിയിലേക്ക് പോവാം. ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വിചാരണ തീർത്ത് ഇവരുടെ കേസ് വിധി വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് സ്പീഡി ഡിസ്പോസലിന് കോടതിയെ സമീപിക്കാം. 3 സാധ്യതകളാണ്. ഒന്നെങ്കിൽ ഇപ്പോൾ ബെയിൽ തള്ളി എന്നുള്ളത് കൊണ്ട് ആ ബെയിൽ കിട്ടാതിരിക്കുന്നില്ല, സാധ്യതയില്ല. അവർ ഒരു 14 ദിവസം കഴിയുമ്പോൾ അടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. അത് ഹൈക്കോടതി തന്നെയാണ്, കീഴ്ക്കോടതിയിലേക്ക് ഇനി വരാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകും. ഇത് രണ്ടും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വിചാരണ പൂർത്തീകരിക്കണം. കുട്ടികളുടെ ഭാവി പ്രശ്നത്തിലാണ്. അവർ കുറ്റവാളിയാണെങ്കിൽ കൺവിക്ഷൻ വരണം, അതല്ലെങ്കിൽ അക്വിറ്റ് വേണം എന്ന രീതിയിൽ ഹൈക്കോടതിയിൽ സ്പീഡി ഡിസ്പോസലിന് കേസ് കൊടുത്തുകൊണ്ട് റിട്ട് ഫയൽ ചെയ്തുകൊണ്ട് അവർക്ക് ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതായത് ഈ കുട്ടികൾ ഈ ജുവനൈൽ ഹോമിൽ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെ വിചാരണ നടക്കാനുള്ള സാധ്യതയും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ക്രിമിനൽ സിസ്റ്റത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. നമുക്ക് 2 രീതിയിലാണ് വിചാരണകൾ പൂർത്തീകരിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മളെ ചില കേസുകൾ
വളരെ എന്താ പറയുക സെൻസേഷണൽ കേസുകളൊക്കെ വരുമ്പോൾ അവരുടെ വിചാരണ കസ്റ്റഡിയിൽ ഇട്ടുകൊണ്ട് തന്നെ പൂർത്തീകരിക്കും. അതിന്റെ കാരണം ഇവർ പുറത്തിറങ്ങിയാൽ ആ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ സാക്ഷി എന്താ പറയാ വളരെ സെൻസേഷണൽ ആയ കേസുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ പല കേസുകൾ കണ്ടിട്ടുണ്ടല്ലോ. പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതെ തന്നെ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് പോകും. അപ്പം ഇപ്പോൾ ജുവനൈൽ ഹോമിലാണ്, കോഴിക്കോട് ജുവനൈൽ ഹോമിലാണ് കുട്ടികളുള്ളത്. ആ ജുവനൈൽ ഹോമിൽ അവരെ പാർപ്പിച്ചുകൊണ്ട് തന്നെ ജുവനൈൽ കോടതിയിൽ ഇതിന്റെ വിചാരണ തുടങ്ങും. വിചാരണ തുടങ്ങി അതിന്റെ അന്തിമ റിസൾട്ട് വരും. ഒന്നെങ്കിൽ അവർ കുറ്റം ചെയ്തു കണ്ടെത്തി അവരെ ശിക്ഷിക്കും. ശിക്ഷിച്ചാലും വീണ്ടും അവർ ജയിലിലോട്ടല്ല പോകുന്നത്, ജുവനൈൽ ഹോമിൽ തന്നെയാണ് കുട്ടികളായതുകൊണ്ട്. നേരെ മറിച്ച് വെറുതെ വിട്ടാൽ അവർക്ക് വീട്ടിലും അവർക്ക് സ്വതന്ത്രമായി പോവുകയും ചെയ്യാം. ഇപ്പൊ അവിടെ തന്നെയാണ്. അവരവിടെ നിർത്തിക്കൊണ്ട് തന്നെ വിചാരണ നടത്തേണ്ട സാഹചര്യമുണ്ടോ എന്ന് ഇതുവരെ ഞാൻ ഒരു രേഖകൾ കൊണ്ടും അല്ലെ വാർത്തകൾ കൊണ്ടും ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരു ആവശ്യം സർക്കാർ ഉന്നയിക്കുന്നതായിട്ട് ഇവരുടെ പോലീസ് അങ്ങനെ ഒരു ആവശ്യം കോടതിയിൽ പറയണം. പ്രോസിക്യൂഷൻ കോടതിയിൽ പറയണം ഇവരുടെ കേസ്, ഇവർക്കെതിരെയുള്ള കേസിന്റെ അന്തിമ കുറ്റപത്രം ഞങ്ങൾ ഉടൻ തന്നെ സമർപ്പിക്കുകയാണ്, വിചാരണ കസ്റ്റഡിയിൽ നിന്നുകൊണ്ട് തന്നെ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ, ട്രയൽ കോടതിയിൽ ആവശ്യപ്പെടുമ്പോഴാണ് കോടതി അത്തരം ഒരു കോടതി ഇത് സ്വമേധയാ ചെയ്ത കാര്യമൊന്നുമല്ല, അത് പ്രോസിക്യൂഷന്റെ സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം നിലവിൽ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 60 days ആണ് സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് എന്ന് പറയുന്നത്. 90 days ആണ്. 90 daysനുള്ളിൽ ഇവർക്ക് എന്തായാലും സ്വാഭാവിക ജാമ്യം 90 daysനകത്ത് കിട്ടും. 90 days കഴിഞ്ഞാൽ സ്വാഭാവികമായ ജാമ്യം കിട്ടും. 90 daysനകത്ത് അവർക്ക് ജാമ്യം കിട്ടുന്നില്ലെങ്കിൽ ഈ വിചാരണ കുറ്റപത്രം കൊടുത്തുകൊണ്ട് അവർക്ക് ആ വിചാരണ ഘട്ടം പൂർത്തീകരിക്കാൻ പോലീസിനും കോടതിക്കും പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.